അമേരിക്കയിലെ അലാസ്കയിൽ ഭൂചലനം ഉണ്ടായി. 7.3 തീവ്രത റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയെന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഭൂചലനത്തെ തുടർന്ന് നൽകിയിരുന്ന സുനാമി മുന്നറിയിപ്പ് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. മധു കൊട്ടാരക്കര വീണ്ടും ചേരുന്നു അമേരിക്കയിൽ നിന്ന്. മധു, ഈ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? പ്രശ്നം ഈ 7.3 എന്ന് പറയുന്ന തീവ്രത കുറച്ച് കാര്യമായിട്ടുള്ള തീവ്രത തന്നെയാണ്. അലാസ്കയിൽ നിന്നുള്ള മറ്റു വിവരങ്ങൾ എന്താണ്? അമേരിക്കയുടെ വെസ്റ്റ് കോസ്റ്റ് ഭാഗത്തുള്ള സംസ്ഥാനമാണ് അലാസ്ക. അലാസ്കയിൽ 7.3 തീവ്രതയാണ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 15 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂചലനം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നത്. ആദ്യം സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. ഈ പ്രദേശത്തെ ആൾക്കാരെ എല്ലാം ഒഴിപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ സുനാമി മുന്നറിയിപ്പ് റദ്ദാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ ആൾക്കാരെ ഒഴിപ്പിക്കുന്ന പരിപാടി അവിടെ നിർത്തിയിരിക്കുകയാണ്. സുരക്ഷിതമായിട്ട് ആൾക്കാരെല്ലാം ഇനി അതുപോലെ വെള്ളത്തിലും അതുപോലെ ബീച്ചുകളിലും ഒന്നും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാൻഡ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ദ്വീപിന്റെ ഏതാണ്ട് 50-60 കിലോമീറ്റർ ദൂരെയായിരുന്നു ഈ പ്രഭവ കേന്ദ്രം. കഴിഞ്ഞ 2 ദിവസമായിട്ട് ന്യൂജേഴ്സിയിൽ നമ്മുടെ 24 ഓഫീസിന്റെ ചുറ്റും ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ മിന്നൽ പ്രളയം ഉണ്ടായി. ഏതാണ്ട് 2 പേർ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോഴും ഈ പ്രളയത്തിന്റെ കേടുപാടുകളും റോഡുകളും ഒക്കെ ശരിയാക്കിക്കൊണ്ടുവരുന്നതേ ഉള്ളൂ.